Jayalakshmi Silks Kanda Nyanam Vannu. Jayalakshmi, India's finest bridal destination, powered by UGS Group. സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. In association with സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Dhanalakshmi Bank, banking on relationships forever. നമസ്തേ. ജന ടി വിയുടെ പൂരം വിളംബരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പൂരം വിളംബരം നാളെയാണ്, പക്ഷേ ജന ടി വിയുടെ പ്രത്യേക പൂരം വിളംബരം ഇന്നാണ് നടക്കുന്നത്. ഞാനും എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകൻ മിഥുൻ അയ്യപ്പനും ഇവിടെയുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് നൂറ്റാണ്ട് പഴക്കമുള്ള, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1796 അന്നത്തെ കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് മുമ്പ് സിനിമ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ പിന്നീട് നടന്നത് ചരിത്രമാണ്. അതെ, അതായത് അന്ന് ആറാട്ടുപൂരായിരുന്നു അന്ന് പ്രധാനം. അന്ന് ഈ തൃശ്ശൂർ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആറാട്ടുപൂരം വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പം ഈ 1796 ആറാട്ടുപൂരത്തിന് എത്താൻ ചില ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നു. അതെ, കൃത്യസമയത്ത് പങ്കെടുക്കാൻ പറ്റില്ല. അതിനൊരു ഭ്രഷ്ട് അവിടെ പ്രാദേശികമായി കൽപ്പിക്കുകയുണ്ടായി. അതായത് ഈ തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതായത് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടത്തുന്ന പൂരത്തിൽ മുഖ്യ പങ്കാളികളായിട്ടുള്ള ക്ഷേത്രങ്ങളെ അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അതുകൊണ്ടൊരു ചില ഭ്രഷ്ട് കൽപ്പിച്ചു. പക്ഷേ അന്നത്തെ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ബാടാ മക്കളെ എന്ന് ശക്തൻ തമ്പുരാൻ പറഞ്ഞു. അങ്ങനെ ശക്തൻ തമ്പുരാന്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1796 അല്ലേ, 1800. അപ്പൊ എത്ര, 229 വർഷത്തെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ടു ബി എക്സാക്ട്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 229 വർഷത്തെ പഴക്കമാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. തൃശ്ശൂർ പൂരം അത് ഞാൻ നേരത്തെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ പൂരമാണ്. ഈ തൃശ്ശൂർ പൂരം 2025 കവർ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ മിഥുൻ അയ്യപ്പന് കൂടുതൽ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരു തവണ ഈ തൃശ്ശൂർ പൂരത്തിന് സാക്ഷിയായി എന്നതല്ലാതെ ഞാനൊരു റിപ്പോർട്ടറായിട്ട് ഞാൻ ഒരിക്കലും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടില്ല. മിഥുൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രകടനം കൃത്യമായിട്ട് ഇങ്ങനെ നോക്കിക്കാണാൻ സാധിച്ച ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ മിഥുന് തൃശ്ശൂരുകാരനാണ് അല്ലേ? ഗുരുവായൂരുകാരനാണ്. ഗുരുവായൂരപ്പന്റെ നാട്ടിൽ നിന്നാണ് മിഥുൻ വരുന്നത്. പക്ഷേ ഈ പൂരം അല്ലെ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരാളാണ്. തൃശ്ശൂരുകാരും വരാതെ പോവില്ലല്ലോ. തീർച്ചയായിട്ടും അതെ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഭാഗം എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് വടക്കുന്നാഥ ക്ഷേത്രവും ക്ഷേത്ര മൈതാനവും തൃശ്ശൂർ പൂരവും എന്നുള്ളത്. ഇനിയിപ്പോൾ വെറും ഒരു ദിവസം, അതായത് ഇന്നത്തെ ഈ സന്ധ്യയും നാളത്തെ ഒരു ദിനവും കടന്നു കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ, പൂരപ്രേമികളെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു സുദിനത്തിലേക്ക് എത്തുകയാണ്. 2025 മെയ് മാസം 6-ാം തീയതി എന്ന് പറയുന്നത് പൂരപ്രേമികളെല്ലാം തന്നെ ഓരോ വർഷവും കണക്ക് കൂട്ടി മനസ്സിന്റെ കലണ്ടറിൽ കുറിച്ചിടുന്ന ഒരു ദിവസമാണ്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. അവരുടെ എല്ലാ ശ്രദ്ധാകേന്ദ്രവും വടക്കുന്നാഥ ക്ഷേത്രവും ഈ ക്ഷേത്ര മൈതാനവും അതുപോലെ തന്നെ ഈ വടക്കുന്നാഥന്റെ ഈ പ്രദക്ഷിണ വഴിയായിട്ടുള്ള ഈ സ്വരാജ് റൗണ്ടും ഈ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളും ഈ 8ഓളം ഘടകക്ഷേത്രങ്ങളിലേക്കുമെല്ലാം പാഞ്ഞെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് ഉത്സവത്തിന്റെ ഏത് ഘടകമാണ് ഓരോ പൂരപ്രേമികൾക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കും. ഇത്തവണ പറയുകയാണെങ്കിൽ കുടമാറ്റത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം പറയും, അല്ല കേട്ടോ എനിക്ക് ഇലഞ്ഞിത്തറകളാണ് ഇഷ്ടം എന്ന് പറയും. 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും പറയും, അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ മടത്തിൽ വരവ് പഞ്ചവാദിയാണ് ഉള്ളത്. അതായത് ഓരോ പൂരത്തിന്റെ ഓരോ മണിക്കൂറുകളും പൂരപ്രേമികൾ ആഘോഷിക്കുന്നത് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മാത്രമല്ല അനിലേട്ടൻ ആദ്യം ഒരു തവണ പൂരം കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. ഒറ്റ
തവണ. തൃശ്ശൂർ പൂരം ശരിക്കും കഴിഞ്ഞെങ്കിൽ കുറഞ്ഞത് ഒരു 10 തവണയെങ്കിലും കാണണം. എന്താണെന്ന് മനസ്സിലാക്കുക അല്ലേ? അതെ, കാരണം ഇത്തവണ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ചേട്ടന് ഇലഞ്ഞിത്തറ മേളം മിസ്സാവും. അത് കാണണമെങ്കിൽ അടുത്തൊരു വർഷം കാത്തിരിക്കണം. അതുകൊണ്ട് ഒരേ സമയം നടക്കുന്ന 2 ചടങ്ങുകൾ കണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കാരണം ചെറുപ്പത്തിൽ കണ്ടതാണ്, അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ എങ്കിലും മൊത്തത്തിൽ പൂരത്തിന്റെ ഒരു പ്രൗഢി, അതിന്റെ ഒരു പകിട്ടുണ്ടല്ലോ, ആ ഒരു ആരവത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നു, അതും കുട്ടിക്കാലത്ത്. അത് തന്നെയാണ് തൃശ്ശൂർ പൂരം. അത്രയും വലിയൊരു ക്യാൻവാസ് ആണ് പൂരപ്രേമികൾക്ക് മാത്രം, മലയാളികൾക്കെല്ലാം തുറന്നിട്ട് കൊടുക്കുന്നത്. കാഴ്ചയുടെയും ദൃശ്യശ്രാവ്യ വിസ്മയം കൂടിയാണ്. 36 മണിക്കൂറിന്റെ ഒരു ഉത്സവ ആഘോഷമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. നാളെ ഇത് നോക്കുക, എന്തൊരു അത്ഭുതം അല്ലേ. ഒരു ലോകാത്ഭുതമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്, ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായിട്ടും. കാരണം നോക്കൂ, ഇത്രയും ആളുകൾ എത്തുന്ന, ഏകദേശം 1 മില്യൺ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അതായത് 10 ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു പൂരത്തിന്റെ ഭാഗമാക്കാവുന്നു. എണ്ണാതെയുള്ള ഒരു ഊഹക്കണക്കായിരിക്കും അത്, അതിനപ്പുറം ഉണ്ടാവും. യെസ്, നമ്പറുകൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും അതിനപ്പുറത്തേക്കാണ്, അതുക്കും മേലെ. അതെ, ഇത്രയും ജനങ്ങളെ ആവേശത്തിലാക്കുന്ന ഒരു ഉത്സവം. ഇതൊരു ആഘോഷമല്ല, ഇതൊരു ഉത്സവമാണ്. പൂഴി നുള്ളിയിട്ടാൽ താഴേക്ക് എത്തില്ല എന്നൊക്കെ ചില വാക്കുകൾ പറയാറുണ്ടല്ലോ, പ്രയോഗങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, പക്ഷെ അതിശോക്തിയായിട്ട്. അത് അതിശോക്തിയല്ല എന്നുള്ളത് കാണണമെങ്കിൽ കുടമാറ്റ സമയത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ എത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം പൂഴി ഇട്ട് കഴിഞ്ഞാൽ അവിടേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ്. അത്രയും ജനാരവം ഇവിടെ ഉണ്ടാവുക. അതിനെല്ലാം വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ് ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറയുന്നത്. നാളെ നടക്കാൻ പോകുന്നത് നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പാണ്. നാളത്തെ നമുക്ക് പറയാം. ഇന്ന് ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നിൽക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഇതിന് തൊട്ട് അപ്പുറത്താണ് ഇന്നിപ്പോൾ 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് 7 മണിക്ക്. അതുകൊണ്ടാണ് ആളുകൾ മൊത്തം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. പോലീസ് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നതുകൊണ്ട് ഈ വെടിക്കോപ്പും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ കർശന നിയന്ത്രണമാക്കി വെച്ചിരിക്കുകയാണ് പോലീസ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. നമുക്ക് ഇതിനിടയിൽ ഈ 1 മണിക്കൂറിനിടയിൽ വേണമെങ്കിൽ ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പോകാം. ഇതിന് തൊട്ടപ്പുറത്താണ് ആനച്ചമയം അല്ലേ? പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശനം. അത് ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് അപ്പുറത്ത് നടക്കുന്നുണ്ട്. എങ്കിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ തടിച്ച് കൂടുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ 30-നാണ് ഇതിൻ്റെ കൊടിയേറ്റം. ഏപ്രിൽ 30-നായിരുന്നു കൊടിയേറ്റം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ദിവസവും പൂരമാണ്. മാത്രമല്ല, തൃശ്ശൂരിലെ വീടുകളിലെല്ലാം അവരുടെ ബന്ധുക്കൾ എത്തുന്നു. പിന്നെ വിദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. നിരവധി ആളുകൾ എത്തുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് തൃശ്ശൂർ പൂരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 1 മണിക്കൂറിനുള്ളിൽ പല അതിഥികളും ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. ഇതാ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥി. നമസ്കാരം. യെസ്, ഞാൻ പ്രേക്ഷകരെ പെട്ടെന്ന് പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് നമ്മോടൊപ്പം ചേരുന്നത്. വലിയ ഒരു രാഷ്ട്രീയ നാടകങ്ങളെല്ലാം പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു സമയം കൂടിയാണ്. ഇത്തവണ പൂരത്തിലേക്ക് എത്തി നിൽക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ പൂരമാണ്. ജില്ലാ പ്രസിഡന്റ് ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ പൂരമാണ്. പക്ഷേ ഈ പൂരം നമുക്ക് പൊളിക്കണം. ഈ പൂരത്തിന്റെ പ്രത്യേകത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൂരത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ MP ശ്രീ സുരേഷ് ഗോപിയാണ്. ബഹുമാന്യായ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്ന പൂരം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ വലിയ ആവേശത്തിലാണ്. നാടും നഗരവും ഈ ഉത്സവാന്തരീക്ഷത്തിൽ നമ്മുടെ മുഴുവൻ ആളുകളും ഈ പൂരത്തിനോടൊപ്പം ചേരുകയാണ്. അത് മാത്രമല്ല, ഒരു അനിശ്ചിതത്വമായിരുന്നല്ലോ. ആന എഴുന്നള്ളത്ത് വേണോ അല്ലെങ്കിൽ വെടിക്കെട്ട് വേണോ അല്ലേ? അങ്ങനെയൊക്കെ ഒരു അനിശ്ചിതത്വത്തിൽ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ. അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം കടന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ദിവസത്തിൽ എത്തി നിൽക്കുന്നത് അല്ലേ? ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ്. 6-ാം തീയതി പൂരം നടക്കുന്നു, മറ്റന്നാൾ പൂരം നടക്കുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്.
കേന്ദ്രമന്ത്രി വളരെ വ്യക്തമായി ആദ്യം തന്നെ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം എത്തിയപ്പോൾ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, തൃശ്ശൂർ പൂരം അതിഗംഭീരമായി ഈ വർഷം നമുക്ക് നടത്താൻ സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അതിനുള്ള എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരും ചില ശക്തികളും ഈ പൂരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഈ പൂരം അതിഗംഭീരമായിട്ട് നടക്കും. നമ്മുടെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എന്താ സംഭവിച്ചത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ന് മതചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവലോകന യോഗത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷമാണല്ലോ അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സുരേഷ് ഗോപിജിയുടെ വിജയം അംഗീകരിക്കുവാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന് തൃശ്ശൂരിലെ വിജയം അംഗീകരിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭയപ്പാടിലാണവർ. പല പ്രസ്താവനകളും അതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ബഹുമാന്യായ മന്ത്രി വാസവൻ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. അതെല്ലാം തൃശ്ശൂർ പൂരത്തിന് ഏതൊക്കെ രീതിയിൽ ആ ആഘോഷങ്ങൾ ഗംഭീരമാവും ആ രീതിയിലെല്ലാം. ഈ പൂരം എങ്ങനെ ഈ മതചിഹ്നം ഇല്ലാതെ നടത്താൻ കഴിയുക? അല്ല, അത് അവരുടെ ചില അജണ്ടകളാണ്. തൃശ്ശൂർ പൂരത്തിനെ തകർക്കുവാൻ കുറേ വർഷങ്ങളായി നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. തൃശ്ശൂർ പൂരം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ ഇന്ന് ഈ ഉത്സവങ്ങളെല്ലാം തകർക്കാൻ സംസ്ഥാന സർക്കാരും അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു, നമ്മുടെ ഉത്സവങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും നടക്കുന്നത്. തൃശ്ശൂർ പൂരം അതിൻ്റെ വലിയൊരു കൊടിയേറ്റമായിരിക്കും. അല്ല മിഥുൻ, അത് പാലക്കാട് അറിയാലോ, പാലക്കാട് പള്ളി ഉറൂസിനാണ് ഹമാസ് തീവ്രവാദികളുടെ അല്ലേ ചിത്രം വെച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത്. അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്തരമൊരു തീരുമാനത്തിനെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ കുടമാറ്റമാവാനാണ് സാധ്യത. കാരണം രാംലല്ലയുടെ ചിത്രം ഉയർന്നിരുന്നു, അമ്പേന്തി നിൽക്കുന്ന ശ്രീരാമന്റെ ചിത്രമുണ്ടായിരുന്നു, ദണ്ഡായുധപാണിയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപക്ഷെ ഇതെല്ലാം മതചിഹ്നമാണോ എന്ന് പറയുമ്പോൾ ഉത്സവത്തിന് ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഉത്സവത്തിൽ മതാചാരപ്രകാരം നടക്കുന്ന ഉത്സവങ്ങളിൽ മതചിഹ്നങ്ങളില്ലാതെ എന്തൊരു ഉത്സവം എന്നുള്ളത്. പക്ഷെ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ അവിശ്വാസികൾക്ക് എന്താ കാര്യം ചോദ്യമാണ്. പലപ്പോഴും വി എൻ വാസവൻ അവിശ്വാസിയാണല്ലോ. കാരണം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണല്ലോ ഇവരൊക്കെ. അദ്ദേഹത്തിന് എന്താ ക്ഷേത്രത്തിലെ കാര്യം? അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാം? അതേ ഈ നാട്ടുകാരനുമല്ല അല്ലേ? അപ്പൊ അതൊരു വെല്ലുവിളി തന്നെയല്ലേ? വെല്ലുവിളിയാണ്. തൃശ്ശൂർ പൂരം 2 നൂറ്റാണ്ടായിട്ട് 200 വർഷത്തിലധികമായിട്ട് വളരെ അതിഗംഭീരമായി ആചരിക്കുന്ന ഒരു ഉത്സവമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഫെസ്റ്റിവലാണ്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൂരങ്ങളുടെ പൂരാണ്. അതിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും നമ്മുടെ സംസ്കാരം നിലനിൽക്കണം, ഉത്സവങ്ങളും ആചാരങ്ങളും അതിഗംഭീരമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനത ഒറ്റക്കെട്ടായി വന്നു നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആസ്വദിച്ചു പോകുന്ന വലിയൊരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അതിനെ പല രീതിയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, വാസവനെ പോലെയുള്ള ശക്തികൾ, ഇടതുപക്ഷത്തിലെ പല ശക്തികൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കാലാകാലങ്ങളായി അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമാണ് തൃശ്ശൂരിൻ്റേത്. ശക്തൻ്റെ തട്ടകത്തിൽ ഏത് തരത്തിലുള്ള തിട്ടൂരിറക്കിയാലും അതൊക്കെ കാറ്റിൽ പറക്കും. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൃശ്യം കാണാനിടയായി. അതായത് ശക്തൻ തമ്പുരാൻ ആണല്ലോ തൃശ്ശൂർ പൂരം കൊണ്ടുവന്നത് അല്ലേ? അദ്ദേഹമാണല്ലോ എല്ലാം. അദ്ദേഹത്തിൻ്റെ പ്രതിമയിൽ നമ്മുടെ തൃശ്ശൂർ മേയർ അദ്ദേഹം ഹാരർപ്പിക്കുന്നത് ഞാൻ കണ്ടു. അതിനൊരു പ്രതിഷേധം കൂടി നടന്നിട്ടുണ്ട്. ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പ്രതിഷേധം നടന്നത്. ആ മാല, ആ ഹാരം എടുത്ത് എറിഞ്ഞിട്ടുണ്ട് യുവമോർച്ച. പകരം അതേ ബഹുമാനത്തോടെ, ഭയഭക്തി ബഹുമാനത്തോടെ ഈ നഗരത്തിന്റെ ശില്പിക്ക് എത്രത്തോളം എന്തെല്ലാം പ്രാധാന്യം നൽകണമോ ആ പ്രാധാന്യത്തോടെയും ബഹുമാനത്തോടെയും കൂടി യുവമോർച്ച ഇന്ന് ഉച്ചയ്ക്ക് ധരിപ്പിച്ച ഹാരവുമായാണ് ഇപ്പോൾ ശക്തൻ തമ്പുരാന്റെ പ്രതിമ അവിടെ നിൽക്കുന്നത്. ശക്തൻ തമ്പുരാനോടുള്ള അനാദരവല്ലേ അല്ലേ? തീർച്ചയായും തൃശ്ശൂർ പൂരത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയാം നമ്മുടെ ശക്തൻ തമ്പുരാന്. അദ്ദേഹത്തിന്റെ പ്രതിമ KSRTC ബസ് ഇടിച്ച് തകർന്ന സമയത്ത് അത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിലും അലംഭാവം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് അനാച്ഛാദനം നടത്തുന്നതിൽ വലിയൊരു ഡിലേ വന്നു. നിർമ്മാണം കഴിഞ്ഞിട്ടും ഒരുപാട് നാളുകൾ പ്രതിഷേധം വരെ സംഘടിപ്പിക്കേണ്ടി വന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും പാർട്ടിയുടെ മണ്ഡലം ഘടകം. അതിനുശേഷമാണ് അത് അനാച്ഛാദനം നടത്തിയത്. അതിനുശേഷം ഇന്നലെ ഈ പൂരത്തിൻ്റെ വിളംബര പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ മാല ചാർത്തുന്ന പരിപാടി വളരെയധികം അപമാനകരവും തൃശ്ശൂർ ജനതയെ മൊത്തം അപമാനിക്കുന്ന രീതിയിലാണ് തോട്ടിക്കൊണ്ടാണ്
ശരിക്ക് മാല ധരിച്ച് തോട്ടിമാല എന്നാണ് പറയുന്നത് നമ്മൾ. അതിന് പകരം യുവമോർച്ച പൂമാല തന്നെ ചാർത്തി. ഓക്കെ, എന്തായാലും പ്രത്യേകം അഭിനന്ദിക്കുന്നു യുവമോർച്ചക്കാരെ. ഒറ്റ കാര്യം കൂടി, അത് മാത്രമല്ല ഈ കോർപ്പറേഷന്റെ ഭാഗം ഒരു വിളംബരം നടന്നു തോന്നുന്നു, അതില് റോബോട്ടിക് ആനയാണ് നിർത്തിയത്. യഥാർത്ഥത്തിൽ പൂര വിളംബരം എന്ന് പറയുന്നത് നാളെ നെയ്തലക്കാവിലമ്മ നടത്തുന്നതാണ്. കോർപ്പറേഷന്റെ ഒരു പൂര വിളംബരം ഉമ്മടെ പൂരം എന്ന് ഉള്ള പേരിലാണ് ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ അത്തരൊരു സമാന്തര പരിപാടിയുടെ ആവശ്യകത എന്ത് എന്നുള്ള ചോദ്യം ഉയർന്നെടുത്താണ് നമ്മുടേതായിട്ടുള്ള ഒരു പാരമ്പര്യത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു റോബോട്ടിക് ആനയെ കൊണ്ടുവന്നത്. അതിൽ കൂടെ ഒരു ഇടതുപക്ഷത്തിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷനകത്തും ഈ കഴിഞ്ഞ ദിവസം നടന്നത് പ്ലാസ്റ്റിക് ആന വെച്ചിട്ടാണ് ശരിക്കും ആനയെ വെച്ച് നടത്തിയ പ്രോഗ്രാമും റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പൂരം. അതിനു മുന്നിൽ മേളം നടത്താൻ പോലും മേള പ്രമാണിമാർ തയ്യാറായില്ല. കാരണം ഇത് അത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരത്തെ ആ രീതിയിൽ അവഹേളിക്കാൻ അവരില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. അപ്പോൾ അത് പൂരത്തെ തകർക്കുവാനുള്ള കോർപ്പറേഷൻ്റെ മേയറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില അജണ്ടകളാണ്. പക്ഷേ വടക്കുനാഥൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്ക് തരും. വലിയ പ്രതീക്ഷയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലായിരിക്കും, NDAയുടെ കൈകളിലായിരിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ. ഓക്കെ, അതിങ്ങ് എടുക്കണം. പൂരത്തിൻ്റെതായിട്ടുള്ള ആവേശത്തിലേക്കെല്ലാം എത്തിക്കഴിഞ്ഞു. നമുക്കൊരു ആർപ്പോയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് ഉഷാറാക്കിയാൽ. അതെ അതെ അതെ, എന്തായാലും BJP ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ തന്നെ ആവട്ടെ. ആർപ്പോ ഓക്കെ, വളരെയധികം നന്ദി. എന്തായാലും ഞങ്ങൾ ഈ പൂരം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എല്ലാ സഹകരണവും വേണം.